ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവന് കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിന് ന്യായപ്രമാണം സംബന്ധിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. ദാനിയേലിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: Then this Daniel distinguished himself above the governors and satraps because an excellent spirit was in him, and the king gave thought to setting him over the whole realm. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നുവെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. നാം ചരിത്രം പരിശോധിക്കുമ്പോൾ കഠിനാധ്വാനം കൊണ്ട് അനേകർ ഉന്നതിയുടെ ചവിട്ടുപടികൾ കയറി ചരിത്ര പുരുഷന്മാരായി തീർന്നത് നാം വായിച്ചിട്ടുണ്ട്, നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവവചനം പരിശോധിക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ചതുകൊണ്ടും ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചതുകൊണ്ടും ഉന്നതിയുടെ പദവിൽ കയറിയവരുണ്ട്. അതിലൊരാളാണ് ദാനിയേൽ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോവർബുണ്ട്. അത് ഇങ്ങനെ ഈ വിധമാണ്: ഇൻ വാട്ട് എവർ മാൻ ഡസ് വിത്തൗട്ട് ഗോഡ് ഹി വിൽ ഫെയിൽ മിസറബിളി ഓർ സക്സീഡ് മിസറബിളി. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ദൈവം കൂടെ ഇല്ലാതെ മനുഷ്യൻ എന്ത് ചെയ്താലും അവൻ്റെ പരാജയം ദാരുണമായിരിക്കും, വിജയം അതിലും ദാരുണമായിരിക്കും. അപ്പോൾ ദൈവം കൂടെ ഇല്ലാതെ നമുക്കൊരു പക്ഷേ വിജയം കിട്ടുമായിരിക്കും, എന്നാൽ പരാജയത്തിലും അത് പരാജയത്തിനെക്കാട്ടിൽ ആ വിജയം ദാരുണമായി തീരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദാനിയേൽ എന്തുകൊണ്ടാണ് ആ ബാബിലോണിയൻ എംപയറിലെ അഡ്മിനിസ്ട്രേറ്ററായി തീർന്നു? എല്ലാ ഗവർണേഴ്സിനെയും മറ്റുള്ളവരെയൊക്കെ അവർക്കെല്ലാം അധ്യക്ഷനായിട്ട് ദാനിയേൽ തീർന്നു. എന്തുകൊണ്ട് ദാനിയേൽ ഈ വിധം ഒരു അടിമയായി ബാബിലോണിലേക്ക് കൊണ്ടുപോയ? ഏകദേശം 16 വയസ്സുള്ളപ്പോഴാണ് ദാനിയേലിനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ആ യൗവനക്കാരൻ എങ്ങനെ ഉന്നത പദവിയിലെത്തി? ആ രാജ്യത്തെ ഏറ്റവും വലിയ ആളായി തീർന്നു. അതുതന്നെയല്ല, ദൈവത്തിൻ്റെ പ്രൊഫറ്റിക് സ്പോക്സ്മാനായിട്ട് യഹൂദന്മാർക്ക് വേണ്ടി, ജാതികൾക്ക് വേണ്ടിയും അവിടെ ഫ്യൂച്ചറിനെ പറ്റി പറയുന്ന ആളും ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസ് യഹൂദന്മാരെയൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതുതന്നെയല്ല, ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇട്ടപ്പോൾ സിംഹക്കൂട്ടിൽ അവൻ വീണ എങ്കിലും സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദൈവം ദൂതനെ ഇറക്കി അവനെ രക്ഷിച്ചു. അവൻ അവിടെയുള്ള ജ്ഞാനം സമ്പാദിച്ച, മന്ത്രവാദത്തിലൊക്കെ ജ്ഞാനമുണ്ടായിരുന്ന എല്ലാവരെക്കാട്ടിലും ജ്ഞാനമുള്ളവനും, അതുതന്നെയല്ല എല്ലാ കാര്യത്തിലും ദാനിയേൽ വിശിഷ്ടനായി തീർന്നു എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ കാര്യങ്ങളിലും അവൻ മറ്റുള്ളവരെക്കാട്ടിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അവൻ്റെ ഈ ജീവിത രഹസ്യത്തിൻ്റെ കാരണം? ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, മാറ്റമില്ലാത്ത ഇൻഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആചരിച്ചു വന്ന ഒരു മനുഷ്യനായിരുന്നു. ആർക്കും മാറ്റുവാൻ കഴിയാത്ത ജീവിത തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന മനുഷ്യനായിരുന്നു ദാനിയേൽ. രണ്ടാമതായിട്ട് അവനൊരു പ്രത്യേകമായ ജീവിത ശൈലി ഉണ്ടായിരുന്നു. അവന് പ്രത്യേകമായ അവൻ്റെ ഡെയിലി ചോയ്സസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രീതിയിലായിരുന്നു. അതിൽ അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവിക ന്യായപ്രമാണം അനുസരിച്ചുള്ള തീരുമാനങ്ങളായിരുന്നു. അതിലെല്ലാം അവൻ വിജയിച്ചതായിട്ട്
കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ജീവിതമാണ് അവൻ്റെ സംസ്കാരത്തിനും അവൻ്റെ ദൈവിക പ്രമാണത്തിനുമൊക്കെ അതിനെതിരായിട്ടുള്ള ഒരു സ്ഥലത്താണ് അവന് അടിമയായിട്ട് കൊണ്ടുപോയതെങ്കിലും അവന് വളരെ ഉന്നതമായ ഒരു ജീവിതം നയിക്കുവാനും ഒരു വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനും ദാനിയേലിന് കഴിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. എന്നാൽ എങ്ങനെയത് ദാനിയേലിന് കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും വിജയമുള്ളതായും ദൈവത്തിന് പ്രസാദമുള്ളതായും തീരും. ദാനിയേൽ ഈ ബാബിലോണിൽ ഒരു വ്യത്യസ്തമായ ജീവിതമാണ് നയിച്ചത്. ഹി ലെഡ് എ ഡിസ്റ്റിങ്ക്റ്റ് ലൈഫ് ഇൻ ബാബിലോൺ. ഒരു വ്യത്യസ്തമായ രീതി, വ്യത്യസ്തമായ ജീവിതം എന്ന് പറയുമ്പോൾ അവൻ ആയിരിക്കുന്ന സാഹചര്യത്തിന് അതിനകത്തോട്ട് അവൻ ചേരാതെ അവൻ ഇത്രയും നാൾ ആചരിച്ച പ്രമാണങ്ങൾ അനുസരിച്ച് അവൻ ജീവിക്കുവാൻ തുടങ്ങി. ആ രാജ്യത്തെ നിയമങ്ങൾ, ആ രാജ്യത്തിൻ്റെ കൾച്ചറിനോട് അവൻ ചേർന്ന് പോയില്ല. അവൻ ആ സൊസൈറ്റിയിലാണ് ജീവിച്ചതെങ്കിലും അവരിൽ നിന്ന് ഐസൊലേറ്റഡായിട്ട് ജീവിക്കാതെ അവരോട് കൂടി തന്നെ ജീവിച്ച് അവൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് അവന് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പം ഈ ദാനിയേൽ തന്നെയല്ല, ദാനിയേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 3 പേരുണ്ടായിരുന്നു, നമുക്കതൊക്കെ അറിയാം. എന്നാൽ ഈ ദാനിയേലിൻ്റെ ഈ 3 പേരുടെയും ജീവിത മൂല്യങ്ങളെ തന്നെ തകർക്കുന്ന കൽപ്പനകളായിരുന്നു രാജാവ് ഇവരുടെ മേൽ വെച്ചത്. ഈ ദാനിയേലും ശദ്രക്, മേശക്, അബേദ്നെഗോ 3 പേരും, ഇവർ 3 പേരും രാജകൊട്ടാരത്തിലായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന, അവർ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങളെ തകർക്കുന്ന കൽപ്പനകളാണ് അവർ ആചരിക്കുവാൻ വേണ്ടി രാജാവ് അവിടെ വെച്ചത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതികളിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയെ അഭ്യസിപ്പാനും കൽപ്പിച്ചു. അങ്ങനെ ജ്ഞാനം ഉള്ള ബാലന്മാരെ വരുത്തുവാൻ ആ കൂട്ടത്തിൽ ഈ 4 പേരും ഉണ്ടായിരുന്നു. അവരെ കൽദയരുടെ, ബാബിലോണിയൻസിൻ്റെ അവരുടെ ലാംഗ്വേജ്, അവരുടെ വിദ്യകൾ, അസ്ട്രോളജീസ്, അതൊക്കെ പഠിക്കുവാനും അസ്ട്രോളജേഴ്സിൻ്റെ കീഴിൽ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ അവരതൊക്കെ പഠിക്കുമ്പോൾ അവരുടെ തിങ്കിങ്, അവരുടെ ചിന്തകൾക്ക് തന്നെ വ്യത്യാസം വരും. അങ്ങനെ അവരുടെ ചിന്തകൾക്കും അവരുടെ എല്ലാ തീരുമാനങ്ങൾക്കും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തുവാൻ വേണ്ടി ഇത് പഠിപ്പിക്കുവാൻ രാജകൽപ്പന ഉണ്ടായി. രണ്ടാമതായിട്ട് അവിടെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസരിയാവ് എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിനെ അവൻ ബെൽസസർ എന്നും, ഹനന്യാവിനെ ശദ്രക് എന്നും, മിശായേലിനെ മേശക് എന്നും, അസരിയാവിനെ അബേദ്നെഗോ എന്ന് പേര് വിളിച്ചു. ഇവർക്കെല്ലാം ഇസ്രായേലിൻ്റെ ദൈവത്തോട് ബന്ധപ്പെട്ട പേരുകളായിരുന്നു ഈ 4 ചെറുപ്പക്കാർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ പേരുകളെ ആ രാജാവ് മാറ്റുവാൻ കൽപ്പിച്ചു. ബാബിലോണിലെ ദൈവത്തിനോട് ബന്ധപ്പെട്ട പേരുകൾ അവർക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവമാണ് ന്യായാധിപതി എന്നുള്ള മീനിങ് ആയിരുന്നു അതിനുള്ളത്. എന്നാൽ ആ ദാനിയേലിൻ്റെ പേര് മാറ്റി ബെൽസസർ എന്നുള്ള പേരാക്കി. ബേൽ എന്നുള്ള പേര് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ബാബിലോണിലെ അവിടെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ടൈറ്റിലാണ് ബേൽ എന്നുള്ളത്. അപ്പോൾ ബെൽസസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബേൽ പ്രൊട്ടക്റ്റ് ഹിസ് ലൈഫ്, അതായത് ബേൽ, ദൈവം തന്നെ ഇവരുടെ ലൈഫിനെ, ജീവിതത്തെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന്. അപ്പോൾ അവരുടെ ആരാധനയ്ക്ക് വ്യത്യാസം വരും. അവരുടെ തിങ്കിങ്ങിന് തന്നെയല്ല, അവരുടെ ആരാധനയ്ക്കും വ്യത്യാസം വരുത്തുവാൻ വേണ്ടി രാജാവ് അവിടെ കൽപ്പന പുറപ്പെടുവിച്ചു. മൂന്നാമതായിട്ട് നമുക്ക് ദാനിയേൽ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കാണാൻ കഴിയും, രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു.
അതായത് രാജാവ് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ആഹാരം, വീഞ്ഞ്, ഇതെല്ലാം രാജഭോജനത്തിൽ നിന്ന് ഇവർ ആഹാരം കഴിക്കണമെന്ന് കൽപ്പിച്ചു. രാജഭോജനം എന്ന് പറയുന്നത് ബാബിലോണിലെ ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ബാബിലോണ് ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചിട്ട്, എന്നാൽ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച ആഹാരം കഴിക്കുവാൻ പാടില്ല എന്ന്, വിഗ്രഹാർപ്പിതങ്ങൾ കഴിക്കുവാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവർക്ക് അനുസരിക്കേണ്ടതായിട്ട് വന്നത്? അവരുടെ തിങ്കിങ്ങിനെ മാറ്റുന്ന, അവരുടെ ലൈഫ് സ്റ്റൈല് തന്നെ മാറ്റുന്നതായിരുന്നു അവർക്ക് വേണ്ടിയുള്ള രാജാവിൻ്റെ കൽപ്പനകൾ. എന്നാലും അവരുടെ തിങ്കിങ്ങിനെ, അവരുടെ ചിന്തകളെ മാറ്റുന്ന, അവരുടെ ആരാധനയെ മാറ്റുന്ന, അവരുടെ ആഹാരക്രമത്തെ മാറ്റി ദൈവകൽപ്പനയെ നിഷേധിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ രാജാവിൻ്റെ കൽപ്പനകൾ കൂടി അവിടെ തീരുമാനമുണ്ടായി. എന്നാൽ എങ്ങനെയാണ് ദാനിയേൽ അതിനെ പ്രതിരോധിച്ചത്? ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ടല്ലോ, വെൻ യു ആർ ഇൻ റോം ഡു അസ് ദ റോമൻസ് ഡു. റോമിലായിരിക്കുമ്പോൾ റോമക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്ന്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന്. എന്നാൽ ദാനിയേൽ അതിനടിമയായി തീർന്നില്ല. ദാനിയേൽ അതിന് വിക്റ്റിമായി തീർന്നില്ല. അവൻ പ്രമാണിച്ച ഒരു പ്രമാണമുണ്ട്, അതിനെ അനുസരിച്ച് ജീവിക്കുവാൻ അവനെ തന്നെ സമർപ്പിച്ചു കൊടുത്തു. ദൈവവചനം പറയുന്നത്, നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു. ഈ ലോകത്തിലെ സംഗതികൾ, ഈ ലോകത്തിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ അനുരൂപരാകരുതേ എന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾക്കും നമ്മൾ ആചരിച്ചു പോകുന്ന ക്രമങ്ങൾക്കൊക്കെ വിപരീതമായിരിക്കും. എന്നാലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് അനുവർത്തിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് തെറ്റാണ്. അത് പാലിക്കാതിരുന്നാൽ ദൈവം അവനെ ഏത് തരത്തിൽ, ഏത് നിലയിലേക്ക് കൊണ്ടുപോകും, ദൈവത്തെ അനുസരിക്കുമ്പോൾ ഏത് നിലയിലേക്ക് ദൈവം അവനെ വഴി നടത്തുമെന്നുള്ളത് ദാനിയേലിന്റെ രഹസ്യ ജീവിതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാനിയേൽ അതിന് അനുരൂപപ്പെട്ടില്ല. ദൈവവചനം പറയുന്നു, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാണ് എന്ന്. ലോകത്തിൽ നിന്നുള്ള ജഡമോഹം, ജഡത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നുള്ളത്. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊട്ടാരത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ വളരെ ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ്. രാജാവിൻ്റെ ഭോജനം കഴിക്കുന്നുള്ള ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ്. അവിടുത്തെ പുതിയ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ്. എന്നാൽ ദാനിയേൽ അതൊന്നും ചെയ്യുവാൻ തന്നെ ദാനിയേലും മറ്റു കൂട്ടുകാരും അത് ചെയ്യുവാൻ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ജഡമോഹം, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കത്തക്ക കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ജഡമോഹം, കൺമോഹം, നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത് നമ്മൾക്ക് കണ്ണിന് കൗതുകം തരുന്നതാണെങ്കിൽ അതിനെ നമ്മൾ സ്വായത്തമാക്കുവാനുള്ള ഒരു ആഗ്രഹം അതെനിക്കും വേണം. നല്ലൊരു കാറാണെങ്കിൽ ഇതുപോലെ തന്നെ കാർ എനിക്കും വാങ്ങിക്കണം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സ് കണ്ടാൽ ഇത് തന്നെ എനിക്ക് വേണമെന്നുള്ള നമ്മുടെ കണ്ണിൻ്റെ ആഗ്രഹം. ജീവനത്തിൻ്റെ പ്രതാപം. എന്താണ് ജീവനത്തിൻ്റെ പ്രതാപം? ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൽ, നമ്മുടെ പൊസഷൻസ്, നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഇതിൽ നാം വിശ്വസിക്കുകയും അതിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യും. ജീവനത്തിൻ്റെ അതിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അത് നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ മാറുകയും ദൈവഹിതത്തിന് നമ്മൾ വിരോധമായി ജീവിക്കുകയും ചെയ്യും. എന്നാൽ ദാനിയേൽ ഇതൊന്നും ചെയ്തില്ല. കാരണം അവനറിയാമായിരുന്നു. ദൈവത്തിന് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തിൻ്റെ രൂപമെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് എന്ന്. ദാനിയേൽ അതിനോടൊന്നും താതാത്മ്യം പ്രാപിച്ചില്ല. സങ്കീർത്തനം 119-ന്റെ 11-ാം വാക്യത്തിലുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിനെ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെന്ന്. നിന്റെ വചനത്തെ ദാവീദ് പറഞ്ഞു, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മുടെ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ
അത് പാപം ചെയ്യുവാൻ നമ്മളെ അനുവദിക്കയില്ല എന്ന് ദാനിയേലിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് ഈ വ്യത്യസ്തകരമായൊരു ജീവിതം ദാനിയേൽ നയിക്കുവാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ദാനിയേലിൻ്റെ ദൈവവചനത്തോടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അനുസരണം, ഹിസ് റാഡിക്കൽ ഒബീഡിയൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അവൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനുസരണം. എല്ലാം നല്ല ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളതല്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഏത് സാഹചര്യങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ, അത് ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും നമ്മുടെ ലോജിക്കിന് ചേരാത്ത സാഹചര്യങ്ങളാണെങ്കിലും ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാം അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തോടുള്ള ആഴമായ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തോടും ദൈവവചനത്തോടും നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കണം. ഒരു സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്കതങ്ങനെ അനുസരിക്കുവാനും കഴിയുള്ളൂ. അത് നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കാണുവാനും കഴിയും. അത് നമുക്ക് എസ്തേറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ രാജാവിൻ്റെ ഭോജനം കഴിക്കണമെന്ന് അവിടെ അവന് കൽപ്പന ലഭിച്ചപ്പോൾ എന്താണ് ദാനിയേൽ ചെയ്തതെന്ന് ദാനിയേൽ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അവനറിയാം അവൻ ഈ എടുക്കുന്ന തീരുമാനം രാജകൽപ്പനയെതിരായിട്ടാണ് അവൻ തീരുമാനമെടുക്കുന്നത്. രാജകൽപ്പനയ്ക്ക് എതിരായിട്ട് അവൻ തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം അവൻ്റെ ഹൃദയത്തിൽ വചനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ഹൃദയത്തിൽ അവനൊരു തീരുമാനമെടുത്തു. ഇതുകൊണ്ടൊന്നും ഞാൻ അശുദ്ധനാക്കുകയില്ല എന്ന് അവൻ്റെ അധിപതിയായ ഷണ്ഡാധിപനോട് അവൻ പറഞ്ഞു. ഇവന് അനുസരണക്കേട് കാണിക്കുമ്പോൾ, രാജകൽപ്പനയ്ക്ക് അനുസരണക്കേട് കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തൻ്റെ തല പോകുമെന്ന് ഒരു അടിമയായിട്ട് ജീവിക്കുകയാണ് അവനറിയാം. എന്നാൽ അവൻ്റെ തീരുമാനം ഉറച്ച തീരുമാനമായിരുന്നു. അവൻ്റെ തീരുമാനം ഭയമില്ലാത്ത തീരുമാനമായിരുന്നു. ആ രാജകൽപ്പന അടിമയായ താൻ രാജാവിൻ്റെ കൽപ്പനയെ നിരസിക്കുമ്പോൾ തനിക്ക് എന്താണ് വന്നു ഭവിക്കുന്നതെന്ന് അവനറിയാമായിരുന്നു. എന്നാൽ രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെടുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ അവൻ ഭയപ്പെട്ടതുകൊണ്ട്, ദൈവത്തെ അവൻ അനുസരിച്ചതുകൊണ്ട് അവൻ അനുസരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. സഭാപ്രസംഗിയും 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ഉന്നതനും അവനു മീതെ ഒരു ഉന്നതനും അവർക്കു മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു എന്ന്. ഉന്നതനും അവനു മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവനറിയാം അവൻ്റെ ഉന്നതനായ രാജാവിൻ്റെ മീതെ അത്യുന്നതനായ ദൈവമാണ് ജാഗരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തെ ഞാൻ അനുസരിക്കുമ്പോൾ ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നേ അവനറിയാമായിരുന്നു. ആ അത്യുന്നതനായ ദൈവം താൻ സേവിക്കുന്ന ദൈവമാണെന്നേ അവനറിയാമായിരുന്നു. അവനിങ്ങനെ തീരുമാനിച്ച് ഷണ്ഡാധിപനോട് പറഞ്ഞപ്പോൾ എന്താണ് 9-ാം വാക്യത്തിൽ, 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തിയെന്ന്. ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും വരുത്തുവാൻ ഇടവരുത്തിയെന്ന് അവിടെ പറയുന്നു. അപ്പോൾ ആരും അറിയാത്ത സാഹചര്യത്തിൽ അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവൻ എന്ത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവനത് അനുസരിക്കുവാണെങ്കിൽ രാജകൽപ്പനയാണ് അവൻ അനുസരിക്കുന്നത്. എന്നാൽ ആരും കേൾക്കാത്ത സാഹചര്യത്തിൽ അവൻ്റെ രഹസ്യ ജീവിതത്തിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവൻ തീരുമാനിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെ ആയിരിക്കണം, അതനുസരിച്ചായിരിക്കും നമ്മുടെ പരസ്യ ജീവിതത്തിൽ നമ്മുടെ വിജയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് പല ടെംപ്റ്റേഷൻസ് ഉണ്ടായെന്നിരിക്കാം. ആരും അറിയത്തില്ല, ചെയ്താലും ഒരു കുഴപ്പവുമില്ല. നമ്മളെ ചോദ്യം ചെയ്യുവാൻ ആരുമില്ല, ആരും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള ടെംപ്റ്റേഷൻ നമുക്കുണ്ടായിരിക്കാം. അത് ചെയ്യുന്നത് മൂലം നമുക്ക് പല കാര്യങ്ങളും അതുമൂലം ലഭിക്കുമായിരിക്കാം. എന്നാലും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ
പ്രത്യേകമായ ദൈവത്തിന് മുമ്പിൽ അത് വലിയത് തന്നെയാണ്. ദൈവം അതിനെ തൂക്കി നോക്കുക തന്നെ ചെയ്യും. അവൻ ദൈവത്തെ അനുസരിക്കുന്നതിന് വേണ്ടി ദൈവകൽപ്പനയെ നിരസിച്ചപ്പോൾ ദൈവം അവന് വേണ്ടി എഴുന്നേറ്റു. ദൈവം ഷണ്ഡാധിപൻ്റെ ഹൃദയം ഇവനോട് കാരണ കാണിക്കുവാൻ തക്കണം ഷണ്ഡാധിപൻ്റെ ഹൃദയത്തേക്ക് ദൈവം തിരിച്ചു. അത് തന്നെയല്ല, ഇതായിരുന്നു അവൻ്റെ ജീവിതത്തെ ബാബിലോണിൽ വന്ന ആദ്യത്തെ ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ അവൻ പാസ്സായി. അവന് സാധാരണ വെജിറ്റബിൾസും വെള്ളമൊക്കെ കൊടുത്ത് ഈ 4 ബാലന്മാർക്ക് കൊടുത്ത് അവർ കൊട്ടാരത്തിൽ വളർന്ന് അവരെ ബാക്കിയുള്ളവരുമായി ടെസ്റ്റ് ചെയ്തപ്പോൾ ബാക്കിയുള്ളവരെക്കാട് 10 ഇരട്ടി യോഗ്യന്മാരായി സകലത്തിനും വിശിഷ്ടരായി അവരെ കണ്ടു. അവർ സകല ജ്ഞാനത്തിലും വിശിഷ്ടരായി അവരെ കണ്ടു. കാഴ്ചയിലും ജ്ഞാനത്തിലും ബുദ്ധിയിലും എല്ലാവരും വിശിഷ്ടരായി കണ്ടു. അതുതന്നെയല്ല, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപയും ഇവർക്ക് ദാനിയേലിന് ലഭിച്ചതായിട്ട് നാം ആ ഭാഗത്തെല്ലാം നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദാനിയേൽ ദൈവത്തെ മാനിക്കുവാൻ അനുസരിക്കുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ റിസൾട്ട് ദാനിയേലിന് ലഭിച്ചപ്പോൾ സിംഹക്കൂട്ടിൽ തന്നെ ഇടുമെന്നുള്ള കൽപ്പന ഉണ്ടായിട്ടും ദാനിയേൽ ബിംബത്തെ നമസ്കരിക്കുവാൻ തയ്യാറായില്ല. കാരണം എന്താണ്? താൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവം വിശ്വസ്തനായി എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ജയിക്കുവാൻ എൻ്റെ തല പോകാതെ വണ്ണം ദൈവം കാത്തു സൂക്ഷിച്ചെങ്കിൽ ഈ ടെസ്റ്റിൽ നിന്നും ദൈവം എന്നെ രക്ഷിക്കുമെന്ന് അവന് മനസ്സിലായി. അവനോട് ബിംബത്തെ നമസ്കരിക്കുവാൻ പറഞ്ഞപ്പോൾ അവൻ നമസ്കരിച്ചില്ല. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് അവനറിയാം. സിംഹക്കൂട്ടിലാണ് അവൻ ഇടാൻ പോകുന്നത് അവനറിയാം. എന്നാൽ സിംഹക്കൂട്ടിൽ ഇടാതെ വണ്ണം ദൈവം അവനെ സൂക്ഷിച്ചില്ല. എന്നാൽ സിംഹത്തിൻ്റെ വായിൽ പെടാതെ വണ്ണം അവനെ ദൈവം അവിടെ സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. കാരണം എന്താണ്? അവൻ്റെ ആദ്യത്തെ ടെസ്റ്റിൽ അവൻ ജയിച്ചപ്പോൾ അവന് മനസ്സിലായി, ഈ ടെസ്റ്റിൽ ഞാൻ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അടുത്ത ടെസ്റ്റിലും ഞാൻ വിജയിക്കുമെന്ന് അവനക്ക്. അപ്പോൾ നമ്മളെല്ലാം സമൂഹക്കൂട്ടിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ച കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ കാരണം എന്താണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ദാവീദ് പറയുന്നുണ്ട്, സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്ന് തന്നെ രക്ഷിച്ചവൻ ഈ ഗോലിയാത്ത്, ഈ മല്ലനായ ഗോലിയാത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ നാം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവവചനത്തെ നാം അനുസരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ദിനംതോറുമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകളൊക്കെ ഏത് വിധത്തിലാണ് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ദാനിയേലിനെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. രണ്ടാമത് ദാനിയേലിൻ്റെ പരസ്യ ജീവിതത്തിലുള്ള വിജയത്തിന് കാരണം, അല്ലെങ്കിൽ ദാനിയേലിന് ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കുവാൻ ദാനിയേലിനെ സഹായിച്ച രണ്ടാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ അവൻ വിശ്വസ്തനായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളിലും അവൻ ദൈവത്തോടും മനുഷ്യരോടും അവൻ വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ ഇങ്ങനെയുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമ്മളൊന്ന് വായിച്ചതാണ്. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. ആരെ പറ്റിയുള്ള സാക്ഷ്യം? ദാനിയേലിനെ പറ്റി. ആരാണ് ഈ സാക്ഷ്യം പറഞ്ഞത്? ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇടണമെന്ന് പറഞ്ഞ ശത്രുക്കൾ തന്നെയാണ് ഈ സാക്ഷ്യം ഉണ്ടാക്കിയത്. ഈ സാക്ഷ്യം ദാനിയേലിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ദാനിയേലും തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ വിശ്വസ്തനായിരുന്നു. അതാണ്, അവന് യാതൊരു കുറ്റവും കണ്ടെത്തുന്നില്ല. അതുപോലെ ദൈവത്തോട് അവൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ ദൈവത്തോടുള്ള ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണം അവനില്ല എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ അതുപോലെ അനുസരിച്ചു. അപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും അവൻ വിശ്വസ്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട്? നമ്മളെ ഏൽപ്പിക്കുന്ന ജീവിതത്തിൽ, നമുക്ക് തരുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മുടെ ഭവനത്തിൽ, ഒരു ഭാര്യയുടെ സ്ഥാനത്ത്, ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത്, ഒരപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനത്തൊക്കെ നമ്മൾ വിശ്വസ്തരാണോ? ദൈവം അത് നോക്കുന്നുണ്ട്. ദൈവം അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നുണ്ട്. നാം വിശ്വസ്തരായിരിക്കണം. കാരണം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ നാമും വിശ്വസ്തരായിരിക്കണം. അതുതന്നെയല്ല, ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിശ്വസ്തരായിരിക്കണം. ദൈവം
വളരെ ഉറച്ചു പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായി തീരണം എന്നത്രേ. സ്റ്റുവേർഷിപ്പ്, നമ്മളൊരു കാര്യം ദൈവം ഏൽപ്പിച്ച് നമ്മളിൽ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിരിക്കാം, വളരെയധികം സാമർഥ്യത്തോടും എല്ലാം നമ്മൾ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് നമ്മൾ സക്സസ് ആയി കാണുമായിരിക്കും. എന്നാൽ കർത്താവ് നമ്മൾ വിജയിച്ചോ സക്സസ് ആയൊന്നല്ല നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് എത്രമാത്രം വിശ്വസ്തയോടുകൂടിയാണ് നാം അത് ചെയ്തതെന്നാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൽ എഴുതിയിരിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. വിശ്വസ്തയോടു കൂടിയാണോ നാം നമ്മുടെ ജോലി ചെയ്യുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളായിരിക്കുന്നത്, നമ്മുടെ ഇടപാടുകളിൽ എത്രമാത്രം വിശ്വസ്ത നമ്മൾ കാണിക്കുന്നുവെന്ന് നോക്കാം. അടുത്തതായിട്ട് ദാനിയേലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വലിയ കറേജാണ്, ധാർമ്മിക മൂല്യം, മോറൽ കറേജ്. ധാർമ്മിക മൂല്യങ്ങളെ കാത്തു പ്രതികൂല സാഹചര്യത്തിലും ധാർമ്മിക കാര്യങ്ങളെ, തൻ്റെ പ്രമാണങ്ങളെ കാത്തു സൂക്ഷിച്ച് അനുസരിക്കുവാനുള്ള ധൈര്യം ദാനിയേലിനുണ്ടായിരുന്നു. അവൻ പോയ സ്ഥലത്ത് അവിടെ ആലയമില്ല, അവൻ പോയ സ്ഥലത്ത് സബത്ത് ആചരിക്കുന്നില്ല, അവൻ പോയ സ്ഥലത്ത് സിനഗോഗ് ഇല്ലാത്തതുകൊണ്ട് അവിടെ തിരുവെഴുത്തുകളൊന്നും വായിച്ചു കേട്ടിരുന്നില്ല, അങ്ങനെയുള്ള യാഗങ്ങളില്ല, അങ്ങനെയുള്ള ഒരു കാര്യവും അവനോട് ഇല്ലായിരുന്നു. എന്നാൽ ആ സ്ഥാനത്തും അവൻ വിശ്വസ്തനായി നിന്നുകൊണ്ട് അവൻ പഠിച്ചു വന്ന, അവൻ ആചരിച്ചു വന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു പ്രാർത്ഥന മുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ മുടങ്ങിയാൽ നമ്മൾ എന്തുവാ പറയുന്നത്? ഞാൻ പറയുന്നത് കേട്ടോ, അയ്യോ ഒരു നല്ല പ്രാർത്ഥന പോലും ഇല്ല, ആകെപ്പാടെ എല്ലാം അങ്ങ് പോയി, ഇപ്പം പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ഒരു നല്ല പ്രസംഗം കേട്ടിട്ട് അങ്ങനെ പ്രസംഗത്തിൻ്റെ കാര്യം നമ്മൾക്കിപ്പോൾ കേൾക്കത്തില്ല. കാരണം ഇഷ്ടം പോലെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടെ ഒക്കെ കേൾക്കാം, അല്ലെ മീഡിയാസിൽ കൂടെ കേൾക്കാം. ഒരു കൂട്ടായ്മ ആചരിച്ചിട്ട് എന്നോ കാര്യം എത്ര നാളായും ഇപ്പോൾ ഒരു ശക്തിയിൽ ഒരു ബലമില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെയാണോ? ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് ഉറപ്പോടെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ താളടിയായി പോകുന്നുവെങ്കിൽ നമ്മൾ ഓർക്കണം, ദൈവവചനത്തിൽ നമ്മുടെ അടിസ്ഥാനമില്ല, ദൈവത്തോടുള്ള ബന്ധത്തിലും എന്തോ പിശക് പറ്റിയിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദാനിയേലിനെ പോലെ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കുവാൻ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നു. അത് ദാനിയേലിനുണ്ടായിരുന്നു. അടുത്തതായിട്ട് ദാനിയേലിൻ്റെ ഇടവിടാതെയുള്ള പ്രാർത്ഥന. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇടുവെന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ എന്താണ് ചെയ്തത്? നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ രേഖ തനിക്ക് എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നതായി കണ്ടു. അവൻ എന്ത് ചെയ്തു? അവനെ സിംഹക്കൂട്ടിൽ ഇടുമെന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ അവനെ രാജാവിൻ്റെ ബിംബത്തെ അവന് നമസ്കരിക്കാമായിരുന്നു. അവനത് ചെയ്തില്ല. കാരണം അവൻ്റെ പ്രമാണത്തിൽ പറയുന്നു, അന്യദൈവങ്ങളെ സേവിക്കരുതേ, ദൈവത്തെ അല്ലാതെ ഒന്നിനെ നമസ്കരിക്കരുതെന്ന് പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അവനത് നമസ്കരിച്ചില്ല. രണ്ടാമതായി അവന് രേഖ ഇങ്ങനെ എഴുതിയെന്ന് അറിഞ്ഞപ്പോൾ അവന് കരഞ്ഞ് വിളിച്ച് ഓടി വന്നവന് മുറിയിൽ കയറി കതകടച്ച്, ദൈവമേ എന്നോട് എന്തോ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അവന് ചോദിക്കാമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല അവൻ ചെയ്ത്. അവൻ പതിവ് പോലെ, അവനൊരു പതിവ് ജീവിത രീതി ഉണ്ടായിരുന്നു, അവന് പതിവായിട്ടൊരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. ഇതെല്ലാം അവന് വിശ്വസ്തത, ഒബീഡിയൻസ്, ഇതെല്ലാം അവൻ്റെ ജീവിതശൈലിയായിരുന്നു. അതുപോലൊരു ജീവിതശൈലിയായിരുന്നു ദിവസം 3 നേരം കർത്താവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് അവനൊരു ഫിക്സഡ് ടൈം പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ പതിവുപോലെ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അത് നല്ല യെരൂശലേമിന് നേരെ തൻ്റെ ജനാലത് കിളിവാതിൽ തുറന്ന്
ഈ പ്രവാസികളായി കൊണ്ടുപോകുന്നവരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അവർ അവിടെ നിന്ന് യെരുശലേമിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അവിടെ ഇട്ട് മുട്ടുമേൽ നിൽക്കും. അതുതന്നെയെല്ലാം യെരുശലേമിൻ്റെ നേരെ നോക്കിക്കൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ പതിവായി ചെയ്തു എന്നതുപോലെ അതിൻ്റെ തലേന്നും അതിന് മുമ്പേ ദിവസമല്ല, ബാബിലോണിൽ വന്ന നാളുകൊട്ടെ അവൻ്റെ ചെറുപ്പകാലത്ത് ചെയ്ത പോലെ തന്നെ അവൻ പതിവ് പോലെ മുട്ടുകുത്തി ദൈവത്തോട് അവൻ്റെ അപേക്ഷിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തതായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ ആ ബാബിലോണിലെ ആ വൈരുദ്ധ്യമായ ജീവിത ശൈലി, ആ ബാബിലോൺ, അവൻ കൊട്ടാരത്തിലാണ്, അവൻ ഗവർണറാ, അവൻ ആ രാജ്യത്തിൻ്റെ മുഴുവൻ അഡ്മിനിസ്ട്രേറ്ററാണ്, അവൻ കൊട്ടാരത്തിലാണ്, അവന് അതുതന്നെയല്ല അവൻ്റെ ജീവിതശൈലിയുമായിട്ട് ഒത്തുചേരാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് അവൻ ജീവിക്കുന്നത്. എങ്കിലും അവന് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമുണ്ട് എങ്ങനെയുണ്ട്? നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഒരു ജീവിത ശൈലിയായി നമ്മുടെ പ്രാർത്ഥന തീരുന്നുണ്ടോ? നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവന് കരഞ്ഞ് വിളിച്ചൊന്നും കൂകിയൊന്നും പ്രാർത്ഥിക്കേണ്ടി വന്നില്ല. പതിവ് പോലെ മാത്രം പ്രാർത്ഥിക്കേണ്ടതായിട്ടേ വന്നുള്ളൂ. കാരണം അവൻ്റെ രഹസ്യ ജീവിതം ദൈവത്തിന് അവന് സ്ഥാനം കൊടുത്ത ജീവിതമായതുകൊണ്ട് പതിവ് പോലെ മാത്രമേ അവന് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. നമ്മൾ ഈ ദാനിയേലിൻ്റെ പുസ്തകം 1 തൊട്ട് 9 അധ്യായം വരെ നമ്മൾ നോക്കുമ്പോൾ 4 പ്രാവശ്യം ദാനിയേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ദാനിയേൽ തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 1 പ്രാവശ്യം ദാനിയേൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ 1 പ്രാവശ്യം ദാനിയേൽ അനുദപിച്ചുകൊണ്ട് തൻ്റെയും ജനങ്ങളുടെയും തെറ്റുകൾ ദൈവത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇടല നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ദാനിയേൽ തൻ്റെ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു ദാനിയേൽ. അടുത്തതായിട്ട് ദാനിയേലിൻ്റെ താഴ്മ. നമ്മൾ ഈ ദാനിയേലിനെ പറ്റിയെല്ലാം നമ്മൾ വായിക്കുമ്പോൾ വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു ദാനിയേലെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവൻ്റെ രഹസ്യ ജീവിതം അവൻ്റെ ഇങ്ങനത്തെ ഒരു രഹസ്യ ജീവിതമാണ് അവനെ പരസ്യ ജീവിതത്തിലെ അവൻ്റെ ഉന്നതമായ പദവിയിലേക്ക് അവനെ കൊണ്ടുവരാൻ സഹായിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രഹസ്യ ജീവിതം നമ്മൾ എത്രമാത്രം വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. നാം എത്രമാത്രം പ്രതികൂലങ്ങളിൽ നമുക്ക് ഫേവറബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നുണ്ട്. ദൈവിക മൂല്യങ്ങൾക്ക് അതിന് പ്രാധാന്യം കൊടുക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെ വിജയകരമായിരിക്കണോ അതിനനുസരിച്ച് നമ്മുടെ പരസ്യ ജീവിതവും വിജയകരമായി തീരുകയുള്ളൂ. ഒരു വലിയ പാറയിൽ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, വലിയ പാറയിൽ തട്ടി ആരും വീഴാറില്ല. കാരണം ആ പാറയെ നമ്മൾ നേരത്തെ നടന്നു വരുമ്പം കാണും. എന്നാൽ ചെറിയ കല്ലുകളിൽ തട്ടി നമ്മൾ വീഴാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരും ഇല്ലാത്ത സാഹചര്യങ്ങൾ, ആരും കാണാത്ത നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ വീഴാതെ വണ്ണം ദൈവകരങ്ങളിൽ നമ്മൾ ആയിരിക്കേണ്ടതിന് നമ്മുടെ രഹസ്യ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ പരസ്യ ജീവിതം അനുഗ്രഹകരമായി വിജയകരമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ വ്യത്യസ്തമായ ജീവിതമാണ് അവനെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ടുവല്ലോ കർത്താവേ. അങ്ങനെ ഒരു വ്യത്യസ്ത ജീവിതം നയിക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അനുസരണം ദൈവവചനത്തും ദൈവത്തോടുള്ള ഞങ്ങളുടെ അനുസരണം, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾ വിശ്വസ്തയോടുകൂടിയാണോ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് കർത്താവേ? ഇതെല്ലാം ഞങ്ങൾ അതിനെപ്പറ്റിയല്ല ഞങ്ങൾ ചിന്തിച്ചല്ലോ. ഞങ്ങളുടെ താഴ്മയുള്ള ജീവിതം ഇതെല്ലാം ഞങ്ങൾ ചിന്തിച്ചല്ലോ. ഇതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ, ദൈവവചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ ഞങ്ങളെ ഈ വചനത്തിൽ കൂടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവേ, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം.